നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിജാന്റെ പായസമൊക്കെ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. കഴുത്ത് കട്ട് ചെയ്യുന്നതിന് മുൻപുള്ള ഡ്രിങ്കിങ് വാട്ടർ ആണോ? ഒന്ന് പോടി അവിടുന്ന്. അമ്മ നല്ല സന്തോഷത്തോടെ ഉണ്ടായിക്കൊണ്ട് വന്നതാ. ദേ നോക്ക്, അമ്മയുടെ മുഖത്ത് സന്തോഷം. ഇതേ സിവിൽ സർവീസ് പരീക്ഷ വിജയകരമായി എഴുതിയതിന് ഞങ്ങളുടെ വക ഒരു മധുരം. ഇതാർക്കാ? എനിക്ക് അല്ല, അതും ദർശനിക്ക. ഈ പായസവും നീ തന്നെ കുടിക്കണം. എന്തിനാണെന്നല്ലേ? നിരപരാധിയായ എന്റെ ചേച്ചിയെ ജയിലിൽ അടച്ചതിന് നിനക്കുള്ള സമ്മാനം. ഈ ട്രേയിലിരിക്കുന്ന അടുത്ത പായസവും ദർശനക്കുള്ളത് തന്നെയാ. എന്തിനാണെന്നല്ലേ? ഈ കുടുംബത്തിലെ സകല ആളുകളുടെയും ജീവന് നീയൊരു ഭീഷണിയായതിന്. നിന്നെ കൊണ്ടുള്ള ഒരു ഭീഷണിയും ഇനി ഈ കുടുംബത്തിൽ ആർക്കും ഉണ്ടാവില്ല. ഞാൻ എക്സാം എഴുതിയിട്ടില്ല എന്നുള്ള കാര്യം പവിത്രൻ സാർ അറിഞ്ഞു തോന്നുന്നു. അങ്കിളെ മനഃപൂർവ്വം ഞങ്ങൾ ആക്ഷേപിക്കാണോ? എന്താ അങ്കിളിന്റെ ആന്റിയുടെ ഉദ്ദേശം? ആദ്യം ദർശനി പായസം കുടിക്കട്ടെ, ഉദ്ദേശം എന്നിട്ട് പറയാം. പവി, നീ എന്തൊക്കെയായി പറയുന്നേ? ഗിരിജയുടെ നിന്റെ മനസ്സിൽ ദർശനയോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ചേച്ചി, എനിക്കെന്ത് ദേഷ്യം? ദർശന ഈ കുടുംബത്തിലെ മരുമകളാണ്. ആർക്കും അതിലൊരു തർക്കവും ഇല്ല. ദർശനെ IPS കാരിയാക്കാനല്ലേ ചേച്ചി കഷ്ടപ്പാടെല്ലാം പെട്ടത്. ഇവളെ രക്ഷിക്കാൻ ജയിലിൽ വരെ പോയി കിടന്നു. അവിടെ വെച്ച് ഏതോ ഗുണ്ടകൾ ചേച്ചി ഉപദ്രവിച്ചു. എന്നിട്ടും ചേച്ചി ആ കാര്യം ഇവിടെ ആരോടും പറഞ്ഞില്ല. എല്ലാം സ്വയം അനുഭവിച്ചു. ഇത്രയൊക്കെ ചേച്ചി അനുഭവിച്ചത് എന്തിനു വേണ്ടിയാ? എന്താ സംശയം? ദർശനയ്ക്ക് വേണ്ടി തന്നെയാ. ഞാനങ്ങനെ ചെയ്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദർശനയോട് ഞങ്ങൾക്ക് കുറച്ച് പരിഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ വീട്ടില് ഒരു IPS കാരി വരുന്ന കാര്യത്തിൽ ഞങ്ങൾക്കും സന്തോഷമായിരുന്നു അല്പം മുമ്പ് വരെ. പക്ഷേ ഇപ്പൊ അതൊക്കെ മാറി. ചേച്ചിയെ ചതിച്ചിട്ടാ ഇപ്പൊ ഇവള് വന്നിരിക്കുന്നെ. നീ എപ്പോഴും പറയായിരുന്നല്ലോ സ്വന്തം അമ്മയേക്കാൾ നിനക്ക് പ്രിയപ്പെട്ടത് ഈ അമ്മയാണെന്ന്. എന്നിട്ട് ഈ അമ്മയെ നീ ചതിച്ചതെന്തിനാ? എന്റെ ചേച്ചിയെ മാത്രമല്ല, ഈ കുടുംബത്തെ മുഴുവൻ നീ ചതിച്ചു. ഈ അമ്മയുടെ തലത്തൊട്ട് നീ സത്യം ചെയ്, IPS നിനക്ക് കിട്ടോ ഇല്ലയോ എന്ന്. മണ്ടത്തരം പറയല്ലേ പവിത്ര. ഈ എക്സാം കഴിഞ്ഞാൽ ഉടനെ എടുത്തു കൊടുക്കുന്നതല്ല IPS. അതിനിനിയും ഒരുപാട് കടമ്പകളുണ്ട്. ഈ എക്സാമിന്റെ റിസൾട്ട് വരണം, പിന്നെ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വിളിക്കണം, അതിലൊക്കെ പാസ്സാകണം. അത് കഴിഞ്ഞേ സെലക്ഷൻ ആകാൻ പറ്റൂ. അക്കാര്യമൊന്നും പവിത്രൻ അറിയില്ലേ? രണ്ടുപേരും കൂടി എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? ഇതിന്റെ പിന്നിൽ എന്തോ ഒരു പദ്ധതി ഉണ്ടല്ലോ. എന്താ പവി, എന്തിനാ ദർശനോട് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. ചേച്ചി തന്നെ ദർശനോട് ചോദിക്ക്. ദർശന പരീക്ഷ എഴുതിയിട്ടാണോ അതോ എഴുതാതെയാണോ വന്നിരിക്കുന്നതെന്ന്. ചേച്ചിയുടെ ഈ പുന്നാര മരുമകളെ രാവിലെ നമ്മളോടൊക്കെ യാത്ര പറഞ്ഞ് IPSന്റെ പരീക്ഷ എഴുതാൻ പോയതല്ലേ. പക്ഷേ ചേച്ചി തറയില് വെക്കാതെ തലയില് കയറ്റിക്കൊണ്ട് നടന്ന ഈ മരുമോള് IPSന്റെ പരീക്ഷ എഴുതാതെയാ തിരിച്ചു വന്നിരിക്കുന്നെ. ദർശനെ, താൻ എന്താ ഇവര് പറഞ്ഞൊന്നും മറുപടി അറിയാത്തത്? താൻ അകത്ത് പരീക്ഷ എഴുതുന്നവരെ ഞങ്ങളല്ലേ പുറത്ത് തന്നെ കാത്തുന്നത്. താൻ പരീക്ഷ എഴുതിട്ടാ വന്നിരിക്കുന്നതെന്ന് ഇവരോട് പറഞ്ഞു കൊടുക്ക്. അമ്മേ, ഇവരാരും പറയുന്നത് ശരിയല്ല.
പരീക്ഷ തീരുന്നവരെ ദർശനയ്ക്ക് പുറത്ത് കാവലുന്നത് ഞാനും താക്കോലുവാ. പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. നീ എന്തൊരു മണ്ടനാടാ. നിന്റെ മണ്ടത്തരത്തിനെ ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുക. നീ അവിടെ പോയി എക്സാം ഹാളിന് പുറത്ത് കാവൽ നിന്നിട്ട് പോലും ഇവള് പരീക്ഷ എഴുതിയിട്ടില്ല. ആ സത്യം അറിയാതെ ഇവൾക്ക് IPS കിട്ടുമെന്നും പറഞ്ഞ് നീ ഇവളെ തലയിലേറ്റി ഇങ്ങ് കൊണ്ടുവന്നു. വിട്ടിയാണ് നീ, നല്ല ഒന്നാന്തരം വിട്ടി. എടാ, അല്ലെങ്കിൽ നീ ചോദിച്ചു നോക്ക് ഇവള് പരീക്ഷ എഴുതിയോ ഇല്ലയോ എന്ന്. ഏതെങ്കിലും ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രം പോരാ, അവളെ നിന്റെ പരിധിക്ക് നിർത്താനുള്ള കഴിവ് കൂടി വേണം. ദർശനെ, ഇവര് പറയുന്ന ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. IPSകാരിയാകുക എന്നുള്ളതാ നിന്റെ ജീവിത ലക്ഷ്യം. ഇവിടെ ഈ പറയുന്നവരാരും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അതും അമ്മയ്ക്കറിയാം. പക്ഷെ ഈ അമ്മ നിന്റെ കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ. നീ IPSകാരിയാകുന്നത് നിന്നേക്കാൾ കൂടുതൽ ഈ അമ്മ സ്വപ്നം കണ്ടു. നിറഞ്ഞ മനസ്സോടെയാ നിന്നെ ഞാൻ രാവിലെ അനുഗ്രഹിച്ചു വിട്ടത്. പറ, എനിക്ക് ഇവരാരും പറയുന്നത് കേൾക്കണ്ട. നിന്റെ വാക്ക് മാത്രം കേട്ടാ മതി. പവി പറഞ്ഞതൊക്കെ സത്യമാണോ? പരീക്ഷ എഴുതാതെയാണോ നീ വന്നിരിക്കുന്നത്? ദർശനെ, നീ എന്തോന്നും മിണ്ടാത്ത? നീ എന്തിനിങ്ങനെ തല ഉന്നിച്ചിരിക്കുന്നത്? തല ഉയർത്തിയെന്ന് ഇവരോടൊക്കെ സത്യം വിളിച്ചു പറ. അതോ ഇനി ഇവര് പറയുന്നതാണോ സത്യം? ദർശനെ, എല്ലാവരും തന്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുക. താൻ പരീക്ഷ എഴുതാ ഹാളിലേക്ക് കയറി പോയതിന് സാക്ഷികളാ ഞാനും താക്കോലും. എന്നിട്ട് ഇവര് പറയുന്നു താൻ പരീക്ഷ എഴുതിയില്ലെന്ന്. എന്താ സത്യം? ദർശന, മോള് സത്യം പറ. നീ പരീക്ഷ എഴുതാതെയാണോ തിരിച്ചു വന്നിരിക്കുന്നത്? അതെ, ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല. ദർശനെ, താൻ എന്തൊക്കെയോടെ പറയുന്നത്? അത്രയും നേരം പിന്നെ ഞങ്ങൾ അവിടെ കാത്തു നിന്ന് എന്തിനാ? പരീക്ഷ എഴുതാൻ ഹാളിലേക്ക് കയറിപ്പോയ താൻ പിന്നെ എവിടെയായിരുന്നു? എന്താ പരീക്ഷ എഴുതാൻ പറ്റാഞ്ഞത്? എന്നിട്ട് താനെന്താ ഇക്കാര്യം ഇതുവരെ എന്നോട് പറയാത്തെ? എന്തിനാടോ ഞങ്ങൾ ഇങ്ങനെ ചതിച്ചത്? നീ തന്നെ എല്ലാം നശിപ്പിച്ചു അല്ലേ? മതിയായി, അമ്മയ്ക്കെല്ലാം മതിയായി. ഇതിനാണോ ഞാൻ നിനക്ക് വേണ്ടി ജയിലിൽ പോയി കിടന്നത്? നീ അമ്മയെ തോൽപ്പിച്ചു കളഞ്ഞു.